ശ്രീമൻ നാരായണീയം ദശകം 29 അമൃതഹരണവും അസുര നിഗ്രഹവും. ഈ ദശകത്തിലെ ആദ്യത്തെ 5 ശ്ലോകങ്ങൾ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇവിടെ ഭഗവാൻ മോഹിനി രൂപം സ്വീകരിച്ചു വന്നതും അസുരന്മാർ അമൃതകുംഭത്തെ മോഹിനിയെ ഏൽപ്പിച്ചു കൊടുത്തു. ദേവന്മാർക്കും അസുരന്മാർക്കുമായി വീതിച്ചു കൊടുക്കാനായിട്ട് മോഹിനിക്ക് ഏൽപ്പിച്ചു കൊടുത്തു. മോഹിനിയാകട്ടെ മോഹിനി രൂപം സ്വീകരിച്ച ഭഗവാനാകട്ടെ അസുരന്മാരെ നോക്കി പുഞ്ചിരി തൂക്കിക്കൊണ്ട് ആദ്യം തന്നെ അമൃതത്തെ ദേവന്മാർക്കായി വിളമ്പിക്കൊടുക്കുകയാണ് ചെയ്തത്. ഞങ്ങൾക്ക് അമൃത് കിട്ടില്ല എന്ന് അസുരന്മാർക്ക് മനസ്സിലായില്ല. അവർ ആ മോഹിനിയുടെ സൗന്ദര്യത്തിൽ അങ്ങനെ രമിച്ചിരിക്കുകയായിരുന്നു. എന്നാൽ രാഹുവിന് മാത്രമാണ് അത് മനസ്സിലായത്. ഉടൻ തന്നെ രാഹു ദേവന്മാരുടെ വേഷം ധരിച്ച് സൂര്യദേവനും ചന്ദ്രദേവനും മധ്യത്തിലായി അമൃത് സ്വീകരിക്കാനായി വന്നിരുന്നു. അപ്പോൾ ഭഗവാൻ ഇവിടെ മോഹിനി രൂപം ധരിച്ച് അമൃത് വിളമ്പിക്കൊണ്ടുവരവേ സൂര്യദേവനും ചന്ദ്രദേവനുമാണ് പറഞ്ഞു കൊടുക്കുന്നത് അവർക്കിടയിലിരിക്കുന്നത് അസുരനാണ് എന്ന്, രാഹു എന്ന അസുരനാണ് എന്ന്. ഉടനെ തന്നെ ഭഗവാൻ സ്വസ്വരൂപം സ്വീകരിച്ചു. ആ മോഹിനി രൂപത്തെ ഉപേക്ഷിച്ച് തൽക്ഷണം സ്വസ്വരൂപം ധരിച്ച് ചക്രായുധം കൊണ്ട് ആ രാഹുവിൻ്റെ ശിരസ് ഛേദിച്ചു കളഞ്ഞു. അങ്ങനെ ശിരസ് മാത്രമായപ്പോൾ അത് രാഹുവിൻ്റെ ശരീരം വേർപെട്ട് ആ ശരീരം കേതുവുമായി മാറി. അങ്ങനെയാണ് രാഹു കേതു എന്ന 2 ഗ്രഹങ്ങൾ ഉണ്ടായത് എന്നാണ് നമ്മുടെ ഐതിഹ്യങ്ങളെ പറയുന്നത്. ത്വത്തസുധാഹരണയോഗ്യഫലം പരേഷു ദത്വാ ഗദേ ത്വയി സുരൈ ഖലു ദേവ്യഗൃഹ്ണൻ ഘോരേധമൂർച്ഛതിരണേ ബലിദൈത്യമായാ വ്യാമോഹിതേ സുരഗണേ ത്വമിഹാവിരാസി. ത്വത്തഃ സുധാഹരണയോഗ്യ ഫലം പരേഷു ദത്വാ ഗദേ ത്വയി സുരൈഃ ഖലു തേ വ്യഗൃഹ്ണൻ ഘോരേ അഥ മൂർച്ഛതി രണേ ബലി ദൈത്യ മായാ വ്യാമോഹിതേ സുരഗണേ ത്വം ഇഹ ആവിരാസി. ത്വത്തഃ ധന്വന്തരിയായ അവിടത്തെ സുധാഹരണയോഗ്യഫലം, അവിടുത്തെ പക്കൽ നിന്നും അമൃത് തട്ടിയെടുത്തതിന് പകരമായിട്ട് പരേഷു ദത്വ ആ ശത്രുക്കൾക്ക് ഉണ്ടാക്കി കൊടുത്ത്, അതിൻ്റെ പകരമായ ഫലത്തെ ശത്രുക്കൾക്ക് ഉണ്ടാക്കി കൊടുത്തിട്ട് ത്വയി ഗതേ ഭഗവാനെ അങ്ങ് അവിടുന്ന് മറഞ്ഞു എന്ന്. അപ്പൊ ധന്വന്തരീമൂർത്തിയായ അങ്ങയുടെ കയ്യിൽ നിന്നും അമൃത തട്ടിയെടുത്ത് പാഞ്ഞുപോയ ആ അസുരന്മാർ, അവർ ചെയ്ത ആ തെറ്റിനുള്ള ശിക്ഷ അവർക്ക് കൊടുത്തിട്ട്, അതായത് അമൃത ഒരു തുള്ളി പോലും അവർക്ക് കുടിക്കാൻ കിട്ടിയില്ല. മോഹിനി രൂപം ധരിച്ച് ഭഗവാൻ അത് ദേവന്മാർക്കായി വിളമ്പിക്കൊടുത്തു. അങ്ങനെ അവർ ചെയ്ത തെറ്റിനുള്ള ഫലം അവർക്ക് കൊടുത്തിട്ട് ഭഗവാൻ അവിടെ നിന്ന് മറഞ്ഞു. തേ ഖലു ആ അസുരന്മാരാകട്ടെ സുരൈഹി വ്യഗൃഹ്ണൻ ദേവന്മാരോട് യുദ്ധം ചെയ്യാൻ ഇറങ്ങി. അഥാ അനന്തരം രണേ ഘോരേ മൂർച്ഛതി യുദ്ധം ഭയങ്കരമായി കൊടുമ്പിരി കൊള്ളുകയും ചെയ്തു. സുരഗണേ ദേവന്മാരെല്ലാം ബലി ദൈത്യ മായാവിമോഹിതേ അന്നത്തെ അസുര രാജാവായ മഹാബലിയുടെ മായാപ്രയോഗത്താൽ വിമൂഢരാവുകയും ചെയ്തപ്പോൾ ഇഹ ത്വം ഈ സമയത്ത് ത്വം ഭഗവാനെ അവിടുന്ന് ആവിരാസി വീണ്ടും അവിടെ പ്രത്യക്ഷീഭവിച്ചു എന്നാണ് പറയുന്നത്. അപ്പൊ ധന്വന്തരി മൂർത്തിയായ ഭഗവാന്റെ കയ്യിൽ നിന്നും അമൃത തട്ടിയെടുത്തിട്ട് അസുരന്മാർ ഓടി. ആ സമയം അസുരന്മാരെ മോഹിപ്പിക്കാനായിട്ട് ഭഗവാൻ തന്നെ ഒരു മോഹിനി രൂപം ധരിച്ചു വരികയാണ്. അങ്ങനെ അവർ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ ഭഗവാൻ അവർക്ക് കൊടുത്തിട്ട് അവിടെ നിന്ന് അങ്ങനെ മറഞ്ഞു. ഈ സമയം ദേഷ്യം പൂണ്ട അസുരന്മാർ ദേവന്മാരോട് യുദ്ധം ചെയ്തു. അങ്ങനെ 2 കൂട്ടരും തമ്മിലുള്ള യുദ്ധം അതിഗംഭീരമായി അവിടെ നടന്നു. ഈ സമയം അസുര രാജാവ് ബലിയായിരുന്നു, മഹാബലി. ആ ബലിയുടെ മായാപ്രയോഗത്തിൽ ദേവന്മാരെല്ലാം തളർന്നു പോയി. ഈ സമയം ഭഗവാൻ വീണ്ടും അവിടെ പ്രത്യക്ഷപ്പെട്ടു എന്നാണ് പറയുന്നത്. ശ്ലോകം 7.
ത്വം കാലനേമി മദ മാലി മുഖാൻ ജഗന്ധാ ശക്രോ ജഘാന ബലി ജംബവലാൻ സപാകാൻ ശുഷ്കാർദ്ര ദുഷ്കരവധേ നമുചൗർചലൂനേ ഫേനേന നാരദഗിരാ നിരുണോരണം തം. ത്വം കാലനേമിം അധ മാലി മുഖാൻ ജഗന്ധാ ശക്രഃ ജഘാന ബലി ജംബവലാൻ സപാകാൻ ശുഷ്കാർദ്ര ദുഷ്കരവധേ നമുചൗ ചലൂനേ ഫേനേന നാരദഗിരാ നിരുണോ രണം തം. ത്വം ഭഗവാനെ അവിടുന്ന് കാലനേമിയെയും അഥാ പിന്നീട് മാലി മുഖാൻ മാലി മുതലായവരെയും ജഗന്ധ സംഹരിച്ചു. അപ്പൊ ഭഗവാൻ അവിടെ പ്രത്യക്ഷപ്പെട്ടിട്ട് കാലനേമി എന്ന അസുരനെയും മാലി എന്ന അസുരനെയും ഒക്കെ സംഹരിച്ചു. ഈ സമയം ശക്രഹ ദേവേന്ദ്രനാകട്ടെ സപാകാൻ പാകൻ എന്ന അസുരനോട് കൂടി ബലി മഹാബലി ജംബ വലാൻ ജംബൻ വലൻ ജഘാന എന്നിവരെയും യുദ്ധത്തിൽ തോൽപ്പിച്ചു. അപ്പോ ദേവേന്ദ്രൻ അവിടെ പാകൻ മഹാബലി ജംബൻ വലൻ എന്നിവരെയും സംഹരിച്ചു. ഇനി ശുഷ്ക ആർദ്ര ദുഷ്കരവതേ നമുചൗ ച. ശുഷ്കം ഉണങ്ങിയത്, ആർദ്രം നനഞ്ഞത്. അപ്പോൾ ഉണങ്ങിയത് കൊണ്ടോ നനഞ്ഞത് കൊണ്ടോ ദുഷ്കരവതേ വധിക്കാൻ കഴിയാത്ത നമുചൗ നമുചി എന്ന അസുരനെയാകട്ടെ ഫേനേന ലൂനെ അതായത് നുരക്കട്ട സമുദ്രത്തിലെ തിരമാലകിൽ ആ ജലത്തിൽ ഉണ്ടാകുന്ന പതയുണ്ടല്ലോ, ആ നുരക്കട്ട കൊണ്ട് പത കൊണ്ട് ദേവേന്ദ്രൻ ഈ നമുചിയെ കൊന്നു. തം രണം പിന്നെ ആ യുദ്ധത്തെ നാരദഗിര നാരദന്റെ വാക്കിലൂടെ ഭഗവാനെ അങ്ങ് നിരോധിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. അതിനു കാരണം എന്തെന്നാൽ നാരദ മഹർഷിയാണ് ഈ സമയം ദേവേന്ദ്രനെ ഓർമ്മിപ്പിക്കുന്നത് അസുരന്മാരെ പൂർണ്ണമായിട്ടും അങ്ങോട്ട് ഉന്മൂലനാശം വരുത്താൻ പാടില്ല എന്ന് ദേവേന്ദ്രനെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ഇവിടെ ദേവന്മാരും അസുരന്മാരും ഉണ്ടാകണം, പൂർണ്ണമായും അസുരന്മാരെ കൊന്നൊടുക്കാൻ പാടില്ല എന്ന് ദേവേന്ദ്രനോട് പറഞ്ഞ് എത്രയും പെട്ടെന്ന് ഈ യുദ്ധം അവസാനിപ്പിക്കണമെന്ന് നാരദ മഹർഷിയാണ് വന്ന് പറയുന്നത്. ആ വാക്കുകൾ കേട്ടിട്ടാണ് അങ്ങനെ ദേവേന്ദ്രൻ എത്രയും പെട്ടെന്ന് ആ യുദ്ധത്തെ അവസാനിപ്പിച്ചത്. യുദ്ധം അവസാനിച്ചതോടുകൂടി അവശേഷിച്ച അസുരന്മാരെല്ലാം അവിടെ മരിച്ചു കിടക്കുന്ന മഹാബലി മുതലായ അസുരന്മാരുടെ ശരീരവും കൊണ്ട് അവരുടെ അസുരഗുരുവായ ശുക്രാചാര്യരുടെ അടുത്തേക്ക് എത്തിച്ചു. ശുക്രാചാര്യർ മൃതസഞ്ജീവിനി മന്ത്രം കൊണ്ട് അവരെ എല്ലാ അസുരന്മാരെയും വീണ്ടും വീണ്ടും അവരെ ജീവിപ്പിച്ചു. അങ്ങനെ സ്വന്തം ജീവനും ഓജസ്സും ആ ശക്തിയുമെല്ലാം തിരിച്ചു കിട്ടി മഹാബലി വീണ്ടും അസുര രാജാവായി രാജ്യം ഭരിക്കുകയും ചെയ്തു. ശ്ലോകം 8. മോഹിനി രൂപത്തെപ്പറ്റി കേട്ട് അതൊന്ന് കാണാൻ കൗതുകം തോന്നിയ പരമശിവന്റെ കഥ. ഈ ദശകത്തിന്റെ അവസാനത്തെ 3 ശ്ലോകങ്ങൾ 8, 9, 10 ശ്ലോകങ്ങളിലായിട്ട് ഇതാണ് ചുരുക്കി പറയുന്നത്. ശ്ലോകം 8. യോഷാവബുർധനുജ മോഹനമാഹിതം തേ ശ്രുത്വാ വിലോകന കുതൂഹലവാൻ മഹേശ ഭൂതൈ സമം ഗിരിജയാ ജഗദപദം തേ സ്തുത്വാ ബ്രവീദഭിമദം ത്വമതോ തിരോധാ. യോഷാവബുഹു ധനുജ മോഹനം ആഹിതം തേ ശ്രുത്വാ വിലോകന കുതൂഹലവാൻ മഹേശഃ ഭൂതൈഃ സമം ഗിരിജയാ ച ഗദഃ പദം തേ സ്തുത്വാ അബ്രവീത് അഭിമതം ത്വം അധ തിരോധ. ധനുജ മോഹനം അസുരന്മാരെയെല്ലാം മോഹിപ്പിക്കുമാറ് ആഹിതം അതായത് അങ്ങ് എടുത്തു ധരിച്ച തേ യോഷാ വബുഹു അങ്ങയുടേതായ ആ സ്ത്രീ രൂപത്തെ അതായത് മോഹിനി രൂപത്തെ പറ്റി ശ്രുത്വാ മഹേശഃ കേട്ടിട്ട് ആ പരമശിവൻ വിലോകന കുതൂഹലവാൻ അത് ആ രൂപമൊന്ന് കാണുവാൻ കൗതുകം തോന്നുന്നവനായിട്ട് ഭൂതൈഹി ഭൂതഗണങ്ങളോടും ഗിരിജയാച്ച സമം പാർവതീ ദേവിയോടും കൂടി
തേ പദം ഗതഃ അങ്ങയുടെ വാസസ്ഥാനമായ വൈകുണ്ഠത്തിലേക്ക് വന്നു. സ്തുത്വ എന്നിട്ട് അങ്ങയെ സ്തുതിച്ച് അഭിമതം അബ്രവീത് തൻ്റെ ആഗ്രഹം ഇതാണെന്ന് അദ്ദേഹത്തെ ഭഗവാനെ അറിയിച്ചു. ത്വം അധോ തിരോധ എന്നാൽ ഭഗവാൻ ആകട്ടെ അവിടെ നിന്ന് ഉടൻ തന്നെ മറഞ്ഞു കളയുകയും ചെയ്തു എന്ന്. അപ്പൊ അസുരന്മാരെ എല്ലാം മോഹിപ്പിക്കുവാനായി ഭഗവാൻ ധരിച്ച ആ മോഹിനി രൂപത്തെ മറ്റെല്ലാ ദേവന്മാരും കണ്ടു, പക്ഷെ പരമശിവൻ മാത്രം കണ്ടില്ല. അപ്പൊ ആ രൂപത്തെ കുറിച്ച് കേട്ടിട്ട് അതൊന്ന് കാണുവാൻ ആഗ്രഹം തോന്നിയ ഭഗവാൻ ഭൂതഗണങ്ങളോടും അതോടൊപ്പം പാർവതി ദേവിയോടും കൂടി വൈകുണ്ഠത്തിൽ വന്ന് മഹാവിഷ്ണുവിനെ സ്തുതിച്ച് തൻ്റെ ആഗ്രഹം മഹാവിഷ്ണുവിനോട് ഉണർത്തി. എന്നാൽ ഭഗവാനാവട്ടെ പുഞ്ചിരിച്ചുകൊണ്ട് ഉടൻ തന്നെ അവിടുന്ന് മറഞ്ഞു കളയുകയും ചെയ്തു. ശ്ലോകം 9. ആരാമസീമനി ച കന്തുക ഘാതലീലാ ലോലായമാനനയനാം കമനീം മനോജ്ഞാം ത്വാമേഷ വീക്ഷ്യ വികളദൊസനാം മനോഭൂ വേഗാദനങ്കരിപുരംഗ സമാലിലിംഗ. ആരാമസീമനി അതായത് കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ കണ്ടു, ഭഗവാൻ മഹാദേവൻ വൈകുണ്ഠത്തിൽ എത്തിയപ്പോൾ തൻ്റെ ആവശ്യം പറഞ്ഞപ്പോൾ ഭഗവാൻ അവിടെ നിന്ന് മറഞ്ഞു കളഞ്ഞു എന്ന്. അങ്ങനെ ഭഗവാൻ അന്തർദാനം ചെയ്തപ്പോൾ നാലുപാടും ഇങ്ങനെ പകച്ചു നോക്കി നിൽക്കുകയായിരുന്നു മഹാദേവൻ. ആ സമയം അദ്ദേഹം കാണുന്നത് ഒരു ആരാമ പ്രദേശം, ഒരു പൂന്തോട്ടത്തിൽ കന്തുക ഘാത അതായത് പന്ത് കളിച്ചുകൊണ്ട് നിൽക്കുന്ന ലീലാലോലായമാന നയനം, അതായത് പന്ത് കളിച്ചുകൊണ്ട് നിൽക്കുന്ന ആരെയും ആകർഷിക്കുന്ന രീതിയിൽ നോക്കുന്നവളും, അവളുടെ കണ്ണുകളുടെ നോട്ടം ആരെയും ആകർഷിക്കുന്ന രീതിയിലാണെന്ന്. അങ്ങനെ കണ്ണെറിയുന്നവളുമായിട്ട് മനോജ്ഞാം കാമിനീം ത്വം അതിമനോഹരിയുമായ ഒരു കാമിനീമണിയായിട്ട് ഭഗവാനെ അങ്ങയെ മഹാദേവൻ കണ്ടു. ഏഷഃ അനങ്കരിപുഹു വീക്ഷ്യ. അനങ്കരിപു എന്ന് വെച്ചാൽ കാമദേവന്റെ ശത്രു. കാമദേവന്റെ അന്തകനാണെങ്കിൽ പോലും ആ കാഴ്ച, ആ മോഹിനിയെ കണ്ട മഹാദേവൻ അങ്ക അല്ലയോ ഭഗവാനെ, വിളഗത് വസനം അങ്ങയുടെ ആ മോഹിനി രൂപത്തിലുള്ള അങ്ങയുടെ വസ്ത്രം ഒന്ന് മാറിയപ്പോൾ, കാറ്റുകൊണ്ട് വസ്ത്രം ഒന്ന് മാറിയപ്പോൾ മനോഭൂവേഗാത് അതായത് കാമപാരവശ്യത്താൽ മനോനിയന്ത്രണം നഷ്ടപ്പെട്ട് സമാലിലിംഗ നന്നായി ഒന്ന് പുണരുകയും ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ വൈകുണ്ഠത്തിൽ വെച്ച് മഹാദേവൻ ചെന്ന് തൻ്റെ ആവശ്യം പറഞ്ഞ ഉടനെ ഭഗവാൻ അവിടെ നിന്ന് അന്തർദാനം ചെയ്തു. ഭഗവാനെ ചുറ്റുപാടും ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് മഹാദേവൻ. അപ്പോൾ കാണുന്നത് നല്ല മനോഹരമായൊരു പൂന്തോട്ടത്തിൽ അതിമനോഹരിയായിട്ടുള്ള അത്രയ്ക്ക് കാമിനിയായിട്ടുള്ള ഒരു സ്ത്രീ മോഹിനിയെയാണ് കാണുന്നത്. അവൾ അവിടെ പന്ത് കളിക്കുകയായിരുന്നു. പന്ത് കളിക്കുന്നതിൻ്റെ ഇടയിൽ മഹാദേവനെ ഇങ്ങനെ ഒരു കടക്കൺ നോട്ടം പോലെ നോക്കുന്നുണ്ട്. ആ നോട്ടം കൂടി കണ്ടപ്പോൾ കാമദേവന്റെ അന്തകനായിട്ടുള്ള മഹാദേവനാണെങ്കിൽ പോലും അദ്ദേഹത്തിന് പോലും ആ മനോനിയന്ത്രണം നഷ്ടപ്പെട്ടു എന്നാണ് പറയുന്നത്. അവളുടെ വസ്ത്രം ഒന്ന് കാറ്റിൽ മാറിയപ്പോൾ ഭഗവാൻ ആ മനോനിയന്ത്രണം നഷ്ടപ്പെട്ട് ഓടിച്ചെന്ന് അവളെ പുണരുകയും ചെയ്തു. ശ്ലോകം 10. ഭൂയോ വിദ്രുതവദം ഉപധാവ്യ ദേവോ ധീര്യപ്രമോക്ഷ വികസത് പരമാർത്ഥബോധഃ ത്വന്മാനിതസ്തവ മഹത്വമുവാച ദേവ്യൈ തത്താദൃശസ്ത്വമവവാദ നികേതനാഥ. ഭൂയഃ അപി പിന്നെയും വിദ്രുതവതീം ഭഗവാൻ മഹാദേവന്റെ ആലിംഗനത്തിൽ നിന്നും കുതറി ഓടിക്കളഞ്ഞ മോഹിനിയെ ദേവ ഉപധാവ്യ ആ മഹാദേവൻ ഒപ്പം അവളുടെ പുറകെ ഓടിച്ചെന്നു എന്ന്. അവളിലോടുള്ള ആ കാമാസക്തി മൂലം മഹാദേവൻ ഭഗവാൻ പോലും ആ മോഹിനിയുടെ പിന്നാലെ ഓടിച്ചെന്നു. അപ്പോൾ അവൾ കുറേ നേരം ഭഗവാനെ ഇട്ട് ഓടിച്ചു. അങ്ങനെ വീര്യപ്രമോക്ഷ വികസത് ഭഗവാന്റെ മഹാദേവന്റെ ആ വീര്യം, ആ രേതസ് സ്ഖലിക്കയാൽ അത് താഴേക്ക് വീണു. ഈ സമയം പരമാർത്ഥബോധ ഭഗവാന് ആ തത്വജ്ഞാനം നന്നായി തെളിഞ്ഞു വന്നു. ഞാൻ ഇതെന്താണ് ഈ കാണിക്കുന്നത്? ആ മോഹിനി രൂപത്തെ, ആ മായയെ കണ്ടപ്പോൾ മായയിൽ ഞാനും പെട്ടുപോയല്ലോ എന്ന് തിരിച്ചറിവ്, ആ പരമാർത്ഥ ബോധത്തെ ഭഗവാൻ ഉണ്ടായി. അങ്ങനെ
ത്വന്മാനിതഃ തവ മഹത്വം, അങ്ങയാൽ ബഹുമാനിക്കപ്പെട്ടവനായിട്ട്, അപ്പൊ അതായത് മഹാവിഷ്ണുവിനാൽ ബഹുമാനിക്കപ്പെട്ടവനായ അങ്ങനെ ആ മഹാദേവൻ തവ മഹത്വം, അങ്ങയുടെ മഹത്വത്തെ ദേവിയെ ഉവാച, ആ പാർവതി ദേവിക്ക് പറഞ്ഞു കൊടുത്തു. വാദ നികേതനാഥ, അല്ലയോ ഗുരുവായൂരപ്പ, തത്താദൃശ ത്വം അവ, അനന്യസദൃശ്യനായ അവിടുന്ന് എന്നെയും കാത്തരുളു മാറാക്കേണമേ എന്ന മേൽപ്പത്തൂരിന്റെ പ്രാർത്ഥന കൂടിയുണ്ട്. അങ്ങനെ മോഹിനി ഭഗവാൻ മഹാവിഷ്ണുവിന്റെ ആ മായയിൽ മഹാദേവൻ പോലും പെട്ടുപോയി എന്നാണ് പറയുന്നത്, പ്രകൃതിയുടെ ആ മായയിൽ. അപ്പോൾ ഇവിടെ മോഹിനി രൂപത്തെ കണ്ട് മോഹിച്ച് അവളുടെ പിന്നാലെ ഓടി നടക്കുകയാണ്. ആദ്യം ഒന്ന് ചെന്ന് ആലിംഗനം ചെയ്തെങ്കിലും അതിൽ നിന്നും കുതറി അവൾ ഓടിയപ്പോൾ പിന്നാലെ മഹാദേവനും ഓടി. ആ ഓടുന്നതിനിടയിൽ അദ്ദേഹത്തിന്റെ ആ കാമാസക്തി മൂലം അദ്ദേഹത്തിന്റെ വീര്യം ഭൂമിയിൽ പതിച്ചു എന്നാണ് പറയുന്നത്. ഇതിന് ശേഷമാണ് അദ്ദേഹത്തിന് ആ ഒരു ബോധം, ആ ഒരു തത്വജ്ഞാനം, ഇത് മായയാണല്ലോ, ഞാൻ മായയുടെ പിന്നാലെയാണല്ലോ ഈ പാഞ്ഞിരുന്നത് എന്ന് അദ്ദേഹത്തിന് തിരിച്ചറിവ് വന്നത്. അങ്ങനെ അദ്ദേഹത്തിന് തിരിച്ചറിവ് വന്നപ്പോൾ ആ മഹാവിഷ്ണുവിനാൽ പോലും ബഹുമാനിക്കപ്പെടുന്ന മഹാദേവൻ സ്വപത്നിയായ പാർവതി ദേവിക്ക് ഭഗവാന്റെ ആ മായാചരിതത്തെക്കുറിച്ച് വിശദമായി പറഞ്ഞു കൊടുത്തു. അങ്ങനെയുള്ള ഗുരുവായൂരപ്പ, അനന്യസദൃശ്യമായ ലീലകളോടുകൂടിയ ഭഗവാനെ എന്നെയും അങ്ങ് കാത്തരുളു മാറാക്കേണമേ.